100-നോട് NDA അടുക്കുന്നു. NDA അവരുടെ ലീഡ് നില 10 സീറ്റുകൾ കൂടി ഉയർത്തുന്നു. 92 എന്ന നിലയിലേക്ക് അവരുടെ ലീഡ് നില ഉയരുന്നു. 62 സീറ്റുകളിലാണ് മഹാസഖ്യം ലീഡ് ചെയ്യുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ BJPയും RJDയും കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ വളരെ ശക്തമായ പോരാട്ടം ഇത്തവണ നടത്തുന്നു. അവരാണ് ഏറ്റവും വലിയ ലീഡ് നില ഉണ്ടാക്കുന്നത്. സേതു സൂചിപ്പിച്ചപ്പോൾ ഒരു കാര്യം കൂടി പറയാം. 10 സീറ്റുകളിൽ താഴെ മാത്രമാണ് ഇപ്പോൾ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നത്. 10 സീറ്റുകളിൽ താഴെ മാത്രം. അതായത് ഇപ്പോൾ ഈ 63 സീറ്റുകളിൽ ഭൂരിഭാഗം സീറ്റുകളും RJD ആണ് ലീഡ് ചെയ്യുന്നത്. ഇടത് പാർട്ടികളിൽ ചിലയിടങ്ങളിൽ ലീഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ മഹാസഖ്യത്തിൽ ഇപ്പോൾ സീറ്റുകൾ ലീഡ് ചെയ്യുന്നത് അത് RJD ആണ്. NDAയിലാണെങ്കിൽ അത് BJP ആണ്. പക്ഷേ ഏതാണ്ട് 15 സീറ്റ് 16 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. അവിടെയും BJP ലീഡ് ചെയ്യുന്നു. കഴിഞ്ഞ തവണത്തെ അതേ ട്രെൻഡാണ് ഇത്തവണയും. തേജസ്വി യാദവ് തുറന്നു പറയുകയും ചെയ്തു. അതാണ് ഇത്തവണ വോട്ട് ചോദിക്കുന്ന സമയത്ത് സീറ്റുകൾ കൂടുതൽ ചോദിക്കുന്ന സമയത്തും അത് കുറച്ചു നൽകിയതൊക്കെ. പക്ഷേ ഇത്തവണ നമ്മൾ നോക്കുമ്പോൾ കണ്ടോ, ഈ RJD അവരുടെ കോട്ടകൾ നിലനിർത്തുന്നുണ്ട്. ആ ഗ്രാഫിക്സ് നമ്മൾ ഓരോന്നും സെപ്പറേറ്റ് നോക്കുമ്പോൾ RJD അവരുടെ കോട്ടകൾ നിലനിർത്തുന്നു. പക്ഷേ ആ സമയത്ത് കോൺഗ്രസ് അവിടെയും പതറുകയാണ്. അതെ, കോൺഗ്രസ് ഇപ്പോൾ നിലവിൽ പതറുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, സീമാഞ്ചൽ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട മേഖലകൾ ഇനിയും എണ്ണാൻ കിടക്കുകയാണ്. ആ മേഖലകൾ എണ്ണുമ്പോൾ കോൺഗ്രസ് ഒരു കറുത്ത കുതിരയായി തിരിച്ചു വരുമോ നമുക്കറിയില്ല. അതെ അതെ, കിഷൻഗഞ്ചിലൊക്കെ നല്ല പോളിംഗ് ആയിരുന്നു. ബഗുസാരായ പോലെയുള്ള വലിയ ലെനിൻഗ്രാഡ് ഓഫ് ബീഹാർ എന്നുള്ളതാണ് ബഗുസാരായെ പറ്റി പറഞ്ഞിരുന്നത്. കോൺഗ്രസ് മാത്രമല്ല, ഇടതു പാർട്ടികൾ ഉൾപ്പെടെ CPIM-ിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. അപ്പൊ ആ മേഖലകളിലൊക്കെ വോട്ട് എണ്ണുമ്പോഴത്തേനും ഈ കളം മാറും മാത്രമാണോ ബീഹാർ എന്നൊരു ചോദ്യവും നിലനിൽക്കുന്നുണ്ട്. വീണ്ടും കണക്കുകൾ മാറി പറയുന്നത് 93-63-5 എന്തായിരിക്കും ഈ ജൻസുരാജ് പാർട്ടിക്ക് ഇപ്പൊ നമ്മള് EVM എണ്ണി തുടങ്ങിയിട്ടേ ഉള്ളു. അധികം സമയമൊന്നും ആയിട്ടില്ല. പക്ഷെ എങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു സ്വാധീനമൊക്കെ ചെലുത്താൻ, ഒരു വോട്ട് ചോർച്ച, അതൊന്നും പ്രകടമാകുന്നില്ലല്ലേ? അതെ അതെ, ഒന്നും പ്രകടമാകുന്നില്ല. 93 സീറ്റുണ്ട്. ഇവിടെ ലിജോയ് ആസിഫ് പറഞ്ഞതുപോലെ BJPയും RJDയും തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്ലേയേഴ്സായി നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഏറ്റവും വലിയ ഒറ്റക്കക്ഷി BJP ആയിരുന്നു, RJD ആയിരുന്നു. അത് കഴിഞ്ഞ് BJP ആയിരുന്നു. അവർ തന്നെയാണ് ഈ രണ്ട് മുന്നണികളെയും ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് എന്നുള്ളതാണ്. JDUവിന് കഴിഞ്ഞ തവണ വലിയ ക്ഷീണമുണ്ടായി, NDAയിൽ കോൺഗ്രസിനും വലിയ ക്ഷീണമുണ്ടായി, മഹാഗഠബന്ധനിലും. അത് തന്നെയാണ് ഇപ്പോൾ ആദ്യത്തെ ട്രെൻഡിൽ മനസ്സിലാക്കുന്നത്. ട്രെൻഡ് മാറുമോ എന്നറിയണം. പക്ഷെ ഇപ്പോഴും നമുക്ക് പറയാനാവുന്നത് കേവല ഭൂരിപക്ഷത്തോട് സീറ്റുകളിൽ ഇപ്പോൾ മഹാസഖ്യം ലീഡ് ചെയ്യുന്നു. അത് ഭൂരിഭാഗവും RJD ആണ്. RJD ഏതാണ്ട് 50 സീറ്റുകളിലേക്ക് അവരുടെ ലീഡ് നില ഉയർത്തുന്നു എന്നുള്ളതാണ്. RJD മാത്രമായി അവരുടെ ലീഡ് നില 50 സീറ്റുകളിലേക്ക് ഉയർന്നു. ആകെ 69 സീറ്റുകളിലാണ് ഇപ്പോൾ മഹാസഖ്യം ലീഡ് ചെയ്യുന്നത്. അതിൽ തന്നെ 50ഓളം സീറ്റുകൾ ഇപ്പോൾ ലീഡ് ചെയ്യുന്നത് RJD ആണ്. RJDയും തേജസ്വി യാദവും ഒറ്റയ്ക്ക് നിന്ന് ഈ തെരഞ്ഞെടുപ്പിനെ ലീഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഷോൾഡർ ചെയ്യുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ അത് തന്നെയാണ് സംഭവിച്ചത്. ഇത്തവണ മാറ്റമൊന്നുമില്ല. കോൺഗ്രസ് ഏതാണ്ട് 10 സീറ്റുകളിൽ താഴെ മാത്രമാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. RJD വലിയ തരത്തിൽ അവരുടെ സീറ്റ് നിലയിൽ വർധനമുണ്ടാക്കുന്നു. ഇപ്പോഴും BJP 50 കടന്നിട്ടില്ല. ഇപ്പോഴും BJP 50 95-69 എന്ന നിലയിലേക്ക് 100 കടക്കാൻ ഏതാണ്ട് 5 മിനിറ്റുള്ളിൽ 100 കടക്കും. ഉറപ്പാണ്. 5 മിനിറ്റുള്ളിൽ NDA എന്തായാലും 100 കടക്കും. അത് നിലനിർത്താൻ കഴിയുമോ എന്നുള്ളത് നമുക്ക് ഈ സമയത്ത് പറയാൻ കഴിയില്ല. പക്ഷേ 100-ലേക്ക് അടുക്കുകയാണ്. 95-69 അതേഴ്സ് 8 ഉണ്ട്. അതേഴ്സിൽ 4 JSP ആണ്. അപ്പോൾ സ്വാഭാവികമായും മഹാസഖ്യത്തിന് വലിയ തിരിച്ചടി JSPയുടെ മത്സരത്തിന് ഉണ്ടായിട്ടുള്ള കാര്യം ഉറപ്പാണ്. കൂടെ കൂട്ടി ഇപ്പോ നല്ലൊരു സ്ട്രൈക്ക് റേറ്റ് മുന്നോട്ട് പോകുന്നു അല്ലേ? BJP-ക്കാട്ടും നില മെച്ചപ്പെടുത്തുന്ന JDU ആണല്ലേ? ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയുക 45-ൽ കൂടുതൽ സീറ്റിൽ BJP ലീഡ് ചെയ്യുന്നുണ്ട്. JDU അതിലും താഴെയാണ്. JDU ഒരു 35 സീറ്റാണ്. അതായത് സ്വാഭാവികമായും ഏറ്റവും വലിയ, അതായത് NDAയിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി BJP മാറും എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിലെ ട്രെൻഡ് വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ JDU അവരുടെ സീറ്റ് നില ഇത്തവണ ഈ ഒരു ഘട്ടത്തിൽ മെച്ചപ്പെടുത്താം. 96 4 സീറ്റുകൾ കടന്നാൽ 100 കടക്കും. തീർച്ചയായും 100 കടക്കും. അതായത് സെഞ്ചുറി അടിക്കാൻ പോകുന്നു.